അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2-3 ദിവസമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഒന്ന് മാറാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നമ്മൾ മറ്റിതുവരെ പോയതിൻ്റെ വണ്ടിയിൽ നിന്ന് ഒന്ന് മാറിയിട്ട് വേറെ വണ്ടിയിലാണ് ഇപ്പോൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. സഫീക്ക് നമ്മളെ കൂട്ടുകാരൻ സഫീക്ക് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, ലൈലാൻഡ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വണ്ടിയിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഞങ്ങളിപ്പോൾ സഫീക്ക് എടുത്ത വണ്ടി നിൽക്കണ യാർഡിലാണ്. ഇതൊരു യാർഡാണ്, പാണ്ടിക്കാടിൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 1.5 കിലോമീറ്റർ മുമ്പായിട്ട് ഒരു PKB കാരൊരു യാർഡുണ്ട്. ആ യാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാങ്ങിയ വണ്ടി, നമ്മൾ സഫീക്ക് വാങ്ങിയ വണ്ടി ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ആ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നതാണ്. നമ്മൾ ആ വണ്ടി നാളെ ബ്രേക്ക് എടുക്കണം. പിന്നെ ചില്ലറ പണികൾ കഴിഞ്ഞ് തിങ്കളാഴ്ച നമുക്ക് ഓട്ടം പോകണമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നതാണ്. റിയാസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ യാർഡുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളൊക്കെ സപ്പോർട്ടിലാണ് നമ്മളെ മുന്നോട്ടുള്ള പോക്ക്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടി കാണാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ വിൽക്കാൻ നിർത്തിയ വണ്ടി കേട്ടോ, PK ബ്രദേഴ്സ്. ഈ കാണുന്ന വണ്ടിയാണ് നമ്മൾ സഫീക്ക് എടുത്ത വണ്ടി. അപ്പോൾ ഇതിലാണ് ഇനി കുറച്ച് ദിവസം ഉണ്ടാവുക. റിയാസ് ഉണ്ട്, സഫീക്ക് ഉണ്ട്. വണ്ടി ഇതാണ് കൊച്ചുമൊയിലാളി പൂമോൻ. സഫീക്ക എന്താ പാട്? സാറല്ല കൊണ്ടുപോണ്ട നമുക്ക്. അപ്പോൾ നാളെ ഞങ്ങൾ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകണം കരുതുന്നുണ്ട്. നാളെ ബ്രേക്ക് എടുത്തിട്ട് കൊണ്ടുപോകണം. ചില്ലറ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഈ വണ്ടി നിങ്ങൾ ചോദിക്കണ്ട. മറ്റുള്ള വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളി. നമ്മൾ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഈ വണ്ടികളൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതൊരു 10 വീല്, ഇത് 12 വീല്, ഇതൊരു 10 വീല്. ഇത് ഞങ്ങളെടുത്ത വണ്ടി. ഇതൊരു 10 വീല്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. വണ്ടികളൊക്കെ അടിപൊളി വണ്ടികളാണ്, കൊടുക്കും. 2015 മോഡൽ വണ്ടിയാണ് നമ്മളെ വണ്ടി. നമുക്ക് ഏകദേശം ഒരു 17 ലക്ഷം ഉറുപ്പിയോളം നമുക്ക് വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ FC എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കയറ് പായകളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ റിയാസുണ്ട്. ഇനിയിപ്പോൾ റിയാസിൻ്റെ വണ്ടി ലോഡിറ്റ് വന്നാണ്, അത് ഇറക്കാൻ പോകണം. അപ്പോൾ സഫീഖിന്റെ വണ്ടിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഞങ്ങള് 3 ആളുള്ളത്. സഫീഖ് ഇപ്പൊ നമ്മളോട് വണ്ടി നിന്ന് ഇറങ്ങാനാ പറയണത്. ഇറങ്ങിക്കാണിച്ച വണ്ടി എന്ന് പറയുന്നുണ്ട്. എന്തപ്പോ കാട്ടാ ഇതാണ്. അപ്പൊ നമ്മ കമ്പനി വണ്ടി തന്നെ കേട്ടോ. ഞാനും സാപ്പിയും സഫീഖും ഞങ്ങളൊക്കെ ലൈനിൽ കൂടി ഉണ്ടാവും. ഇനി ഞങ്ങള് ലൈനിലുണ്ടാവും. 2 വണ്ടി 3 ആള് 4 ആളൊക്കെ ആയിട്ട് ഉണ്ടാവും. ഇരുന്നാണ്ട് ചോറുണ്ടാക്കല്. ആരെയൊക്കെ പോരാണ്ടെങ്കിൽ സഫീഖിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. സഫീഖിനെ വിളിച്ച് ആരെങ്കിലൊക്കെ നാട് കാണാൻ പോരാണ്ടെങ്കിൽ ഇതെല്ലാരും കൊണ്ടുപോയി കഴിഞ്ഞോ? വിളിച്ചോളി എന്ന് പറയാണ്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് സ്മൂത്ത് ക്ലച്ചില്ലാതെ ഗീറ പറ്റാണ്. ഭയങ്കര വിവാദമാണ് ഈ ഫസ്റ്റ് ഗിയർ. ഇതിന് മാത്രമേ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഗിയറിനും ക്ലച്ചിന്റെ ആവശ്യമില്ല. അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അറിയാത്ത പൊട്ടന്മാര് ക്ലച്ച് കേടലും ഗിയർ ബോക്സ് കംപ്ലൈന്റ് ആവുക, എന്തൊക്കെ വിവാദങ്ങളായിരുന്നു.
ഒരു ഗിയറിന്ന് വേറെ ഗിയർക്ക് ഇടാൻ ക്ലച്ചിന്റെ ആവശ്യമില്ല, ഒരു ഡ്രൈവർക്ക് ഇടാൻ കേട്ടോ. മറ്റുള്ള കാര്യം നമ്മൾ പറയുന്നത് അത് സംഗതി വീട് പറഞ്ഞത് മുഴുവനായിട്ടില്ല. അതാണ് രണ്ട് കട്ട് ചെയ്തെടുത്ത് അതിന്റെ ഇടയിൽ മുന്നേ പറഞ്ഞ കാര്യം അത് ഇല്ല, കട്ടായി പോയി. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മള് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം അപ്പോഴേ നമുക്ക് പറഞ്ഞത് മുഴുവനുള്ളൂ. പക്ഷെ ഇത് സ്കിപ്പ് ചെയ്യേണ്ട പ്രശ്നമല്ല, ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത പ്രശ്നത്തിൽ അത് കുറച്ച് കട്ടായി പോയി. ആ ഭാഗം അങ്ങനെ ചെയ്യാന്നുള്ളതായി പോയി. എന്തുകൊണ്ട് എങ്ങനെയാന്നുള്ളത് അതിൽ പോയി അല്ലേ, അതുണ്ടായത്. ഞാൻ ചിലപ്പോ ഞാൻ പ്രവാസി ആകും, ബൈ ചാൻസ് നോക്കട്ടെ, ശ്രമിക്കുന്നുണ്ട് ഒരു പ്രവാസി ആകാന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ സാഫി വീണ്ടും ഉണ്ടാവും പടനായകനായിട്ട്. നായകനെന്നാകണ്ട, നമ്മളൊരു സൈഡ് കൂടെ അങ്ങനെ പോയിക്കോളാം. അപ്പോ റിയാസ് പേപ്പർ ശരിയായിട്ടുണ്ട് എന്നല്ല, ഇന്റർവ്യൂ മെഡിക്കൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ റിയാസ് ലോഡിച്ച് വന്നതാണ്. അപ്പോൾ റിയാസിന് വേണ്ടിയിട്ട് നാളെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അത് കൊണ്ടേ ഇറക്കണം. അപ്പൊ അതുവരെ നാളെ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് ആ വണ്ടിയിൽ തന്നെ. അപ്പൊ 2 ദിവസം കൊണ്ട് ഇതിന്റെ പരിപാടികൾ, ബ്രേക്ക് കാര്യങ്ങളൊക്കെ സെഫിക്ക് ക്ലിയർ ആക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ 2 വണ്ടി ലൈനിൽ ഓടും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, കമന്റുകൾ പറയാ. കമന്റുകൾ എന്താ വെച്ചാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ അതാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിയും നമ്മൾ സഫീഖിനെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നത്. ഇതാണ് നമ്മളെ വണ്ടി സഫീഖ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീഡിയോ കാണണം. പിന്നെ കുറച്ച് ദിവസം ഈ വണ്ടിയിൽ ഉണ്ടാവും. പിന്നെ റിയാസിൻ്റെ പോക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും മറ്റേ വണ്ടി തന്നെ കയറും. അത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അതിൽ പോയിന്നതാണല്ലോ. അപ്പോൾ പിന്നെ വണ്ടിയും നമ്മൾ തമ്മിൽ പരിചയമാണ്. ഞാൻ വണ്ടീനൊക്കെ പരിചയമായതല്ലോ. അപ്പോൾ നമ്മൾ ആ വണ്ടി തന്നെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ നിർത്തട്ടെ. നിങ്ങൾ വീഡിയോ കാണണം. അപ്പോൾ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം വീഡിയോ നിർത്തട്ടെ.